നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒറ്റ ഇരിപ്പിൽ പഠിച്ചു തീർക്കണം എന്നായിരിക്കും അല്ലേ? കാരണം ഒരു ദിവസം മുഴുവൻ നമ്മൾ പഠിക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂറേ പഠിക്കാൻ കഴിയുള്ളൂ. ബാക്കി സമയങ്ങളിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ നടക്കും, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോയിട്ട് നമുക്ക് ബോറടിക്കും, ഉറക്കം വരും, വേറെ എന്തെങ്കിലും ട്രിപ്പിന് പോകും, അങ്ങനെ പല കാര്യങ്ങൾ കയറി വരും. അവസാനം പഠിത്തം മാത്രം നടക്കുകയില്ല. അത് ഒഴിവാക്കി ഒറ്റ ഇരിപ്പിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമാണല്ലേ. പെട്ടെന്ന് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്യാൻ ഒരുപാട് സമയവും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഒറ്റ ഇരിപ്പിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര ടോപ്പിക്ക് തീർക്കണം എന്ന് എഴുതി വെക്കുക. ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതി വെക്കരുത്, അത്യാവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം ഒന്ന് എഴുതി വെക്കുക. അതായത് ഒരു ചാപ്റ്ററാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചാപ്റ്ററിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. 4 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ 4 പാരഗ്രാഫ് പഠിക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാരഗ്രാഫ് പഠിക്കാൻ 10 മിനിറ്റാണ് വേണ്ടതെങ്കിൽ 2 പാരഗ്രാഫ് പഠിക്കാൻ 20 മിനിറ്റ് വേണമല്ലോ. സോ ആ 20 മിനിറ്റിനുള്ളിൽ 2 പാരഗ്രാഫ് തീർക്കുമെന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം ഫോണിൽ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയ ശേഷം അല്ലെങ്കിൽ ഒരു അലാം സെറ്റ് ചെയ്യുക, 20 മിനിറ്റ് ശേഷം അലാം സെറ്റ് ചെയ്യുക. ആ അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ആ 2 പാരഗ്രാഫ് പക്കയായിട്ട് പഠിച്ചു തീർക്കുക. ബാക്കി ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അതായത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 25-ാമത്തെ മിനിറ്റ്, ആ 5 മിനിറ്റ് നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കുക. വീണ്ടും അതേപോലെ ബാക്കി 2 പാരഗ്രാഫ് ബാക്കിയുള്ള 20 മിനിറ്റിൽ പഠിച്ചു തീർക്കുക. ബാക്കി ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ കഴിയുന്നതാണ്. ഇത് തന്നെ വേറൊരു രീതിയിൽ ചെയ്യാം. അതായത് ഒരു ചാപ്റ്റർ എടുത്തു, അത് 1 മണിക്കൂറിനുള്ളിൽ തീർക്കണം. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട്. ജസ്റ്റ് ചാപ്റ്റർ ഒറ്റ റൗണ്ടിൽ ഒന്ന് ഓടിച്ച് വായിക്കുക. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച ശേഷം അത് മാത്രം ആ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ പോയിൻറ്റ്സ് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു രീതി എക്സാമൊക്കെ അടുക്കുമ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ, ഒരു ടോപ്പിക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ചാപ്റ്റർ എടുക്കുക, ഓടിച്ച് വായിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് ആ ഏരിയ മാത്രം കവർ ചെയ്തിട്ട് പോകുന്ന രീതി. നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം 1-2 മാസമൊക്കെ മുമ്പിലുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. നേരത്തെ പറഞ്ഞ രീതിയാണ് ചെയ്യേണ്ടത്. സ്പീഡിൽ പഠിച്ചു തീർക്കാൻ വേറൊരു മാർഗ്ഗം കൂടെ. നിങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് ഒരു ചാപ്റ്റർ പഠിക്കാൻ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് പഠിച്ചു തീർക്കുമെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറയുക. അപ്പോൾ ആ 30 മിനിറ്റ് കഴിയുമ്പം അത്രയും ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കണം. സോ അവർ ആ 30 മിനിറ്റ് കഴിയുമ്പോൾ ചോദിക്കുമല്ലോ എന്ന ടെൻഷനിൽ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കും. എത്ര പെട്ടെന്ന് പഠിച്ചു തീർക്കാവോ അത്രയും പെട്ടെന്ന് പഠിച്ചു തീർത്ത ശേഷം ബുക്ക് അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് ചോദിക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ പറയാനും ശ്രമിക്കുകയും ചെയ്യും. ഒരു റിവിഷൻ രീതി കൂടി ആവുകയും ചെയ്യും. ഇനി പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേറൊരു ട്രിക്കുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുകയെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ട്രീ പോലെ വരയ്ക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ശാഖകളാക്കി ബ്രാഞ്ച് ആക്കിയിട്ട് പോയിൻറ്റ്സ് എഴുതി വെക്കുക. അപ്പോൾ ആ ഒരു ട്രീ കാണുമ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ആ ട്രീക്ക് ചുറ്റും ഉണ്ടാകും. ഓരോ ശാഖകളിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൻ്റെ തുടക്കം മാത്രം എഴുതി വെക്കുക. അപ്പോൾ പെട്ടെന്ന് അത് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ട്രീ നമ്മുടെ മനസ്സിൽ അതേപോലെ ഓർമ്മ വരും. സോ മെയിൻ പോയിൻറ്റ്സ് നമുക്ക് ഓർഡറിൽ ഓർമ്മ വരുന്നതാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്പീഡിൽ ഒറ്റ ഇരിപ്പിൽ പഠിച്ചു തീർക്കാൻ കഴിയും. ഇപ്പം ഞാൻ 1 മണിക്കൂറിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടല്ലോ. സോ 1 മണിക്കൂർ എന്നുള്ളത് ആദ്യത്തെ 1 മണിക്കൂർ പഠിക്കുക, പിന്നെ അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക, വീണ്ടും അടുത്ത 1 മണിക്കൂർ പഠിക്കുക. ആ രീതിയിൽ വേണം പോകാൻ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 6 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം തീർക്കാൻ കഴിയുന്നതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ സാച്ചുറേറ്റ് ആവുകയും ഇല്ല. ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ പഠിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മളുടെ സമയം കളയുന്ന അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിക്കളയണം. പ്രധാനമായിട്ടുള്ള വില്ലൻ ഫോൺ തന്നെയാണ്. ഫോണിൽ നോക്കിയാണ് നമ്മൾ സമയം കളയുന്നത്. സോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. മറ്റ് ശല്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. TV ഒക്കെ ഒഴിവാക്കുക. അതേപോലെ ട്രിപ്പ് പോവുക, ഷോപ്പിങ്ങിന് പോവുക, ഫ്രണ്ട്സിനടുത്ത് സംസാരിച്ചിരിക്കുക, അതെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.